ഇന്നലെ ജി സുധാകരൻ, ഇന്ന് കെ സുധാകരൻ കണ്ണൂർകാരുടെ ഒരു വികാരമാണ്. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കണ്ണൂരിൽ വലിയ ആധിപത്യമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇന്ന് വൈകാരികമായ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. തനിക്ക് മത്സരിക്കണം, അവിടെയും ഇത് തന്നെയായിരുന്നു, ഇവിടെ ഇത് തന്നെയാണ്, സീറ്റ് തന്നെയാണ് പ്രശ്നം. പക്ഷേ ഈ KC വേണുഗോപാലിന്റെ വാക്കുകളൊന്നും കേൾക്കാതെ രാഹുൽ ഗാന്ധി കെ സുധാകരനെ ചേർത്ത് പിടിക്കുകയാണോ? സുധാകരനെ ഇപ്പം രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആകപ്പാടെ ഒരു തുരുത്ത് സാധ്യതയുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ ഒക്കുന്ന കോൺഗ്രസിന് കൂട്ടിത്തല്ല് കാരണം മറ്റു പലയിടത്തും ഉള്ളതുപോലെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും KC ഒരുക്കുന്ന, അല്ലെങ്കിൽ അവസാനം അയാൾക്കാകണം കേരളത്തിൽ MLA മാർ കൂടുതലുണ്ടായാൽ, UDF ഈ അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയുണ്ടായാൽ അയാൾക്കാകണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിനുവേണ്ടി ഒരുക്കുന്ന ഒരുക്കുകളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന സുധാകരനും കടപുഴകി വീഴും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആര് പറഞ്ഞാലും ഞാൻ മത്സരിക്കും. കാരണം ഇതിന്ന് കേരളത്തിൽ മറ്റു പല കോൺഗ്രസ്സുകാർക്കും പറയാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നതും ആ പറച്ചിലിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതും ആ പറച്ചിലിനെ തടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പറയാൻ പറ്റുന്ന സുധാകരന് മാത്രമേ ഉള്ളൂ. സുധാകരൻ്റെ ഒരു പ്രത്യേകത, സുധാകരൻ കോൺഗ്രസിനകത്ത് എല്ലാ കോൺഗ്രസ്സുകാരനും, ഇയാളെന്താ ഈ KC വേണുഗോപാൽ കണ്ണൂർ ഭാഗത്ത്, അയാൾ കണ്ണൂർക്കാരനാ. അയാൾ അന്ന് അവിടുന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങി പോകുന്നതാ, ഇതുവരെ കയറിയിട്ടില്ല. വീട് വെച്ചേക്കുന്ന ആലപ്പുഴയ്ക്ക് കയറാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണ്ണൂരല്ല സിനു, പണ്ടത്തെ കണ്ണൂർ. അവിടെ കാലുകുത്താൻ പറ്റത്തില്ല. CPM-ന്റെ അപ്രമാദിത്വം നമുക്കറിയാമല്ലോ. ഇപ്പോഴാണല്ലോ ഒന്ന് ഒതുങ്ങിയത്, അല്ലെ പേടിച്ചത്, ഭയന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉള്ളത്. പണ്ട് ആരെ ഭയക്കുവര്? അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. അവരുടെ സർവാധിപത്യത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലം, അവരെന്തു ചെയ്താലും അവർക്ക് മാത്രം ഇടമുള്ള ഒരു സ്ഥലം, അവരെന്ത് കാണിച്ചിട്ട് ചെന്നാലും അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന ഒരു സ്ഥലം, അവിടെ നിന്ന് പൊരുതി നേടിയെടുത്ത് പ്രസ്ഥാനത്തിനകത്ത് നിന്നോനാ. ആരുടെ പറഞ്ഞു KC വേണുഗോപാലിന് ഇപ്പൊ ഓർമ്മ കാണത്തില്ല, എന്നാൽ ഞാൻ പറയാം, KC വേണുഗോപാലിനെ കൊണ്ടുവന്ന് കേക്കരണ. അങ്ങനെ കെയർ ഓഫ് ഇല്ലാത്ത കോൺഗ്രസിനകത്ത നേതാക്കന്മാരാരുണ്ട് ഈ സുധാകരനല്ലാതെ? അപ്പൊ ആ സുധാകരൻ ഇപ്പം ഞാൻ ഇന്നലെ അറിഞ്ഞ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്നെ പേഴ്സണലി വിളിച്ചു പറയാം, നിങ്ങൾ സുധാകരനെ പറ്റി സംസാരിക്കണം. ഞാൻ ചോദിച്ചു എന്തുവാ? ആ പാവം പിടിച്ചവൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മക്കൾക്കൊരു ഗതിയും പറയത്തക്കോണം ഇല്ല, കടം കയറി മുടിഞ്ഞ് ഇരിക്കുകയാണ്. അയാളുടെ അവസാന നിമിഷം മന്ത്രിസഭ വരുവാണെങ്കിൽ ഒരു മന്ത്രിയാവാനുള്ള ആഗ്രഹം കൊണ്ടാണ് മത്സരിക്കേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ബാക്കിയുള്ളവനെല്ലാം കുന്നോളം വാരി കൂട്ടിയിട്ടുണ്ട്. ആരെ? ഈ പറഞ്ഞ കുന്നോളം വാരി കൂട്ടി ബാക്കിയുള്ളവനെല്ലാം ആദ്യത്തെ പേര് KC വേണുഗോപാലിന്റെ പുള്ളിയുടെ അടുത്ത് പറയുന്നേ. എനിക്ക് അതിനെപ്പറ്റി വലിയ ബോധ്യമില്ല. ഏതായാലും ഇത് അദ്ദേഹത്തിനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിളിപ്പിച്ചാണ് അദ്ദേഹത്തിനെ വായിച്ചു കൈ കൊടുത്തത്. നിങ്ങൾക്ക് ഓർമ്മ കാണും. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഈ പറയുന്ന മനുഷ്യനെ അവിടെ വിളിച്ചു വരുത്തി ഇപ്പം മാറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വളരെ കൃത്യമായിട്ട് കൈക്കരയില്ലാതെ അടുപ്പിൽ നിന്ന് ആ സാധനം വാങ്ങുന്നവരെ വാങ്ങി അങ്ങ് വെച്ചു. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഈ പ്രതീക്ഷയില്ല, പോട്ടെ, അവിടെ അയാൾ ക്ഷമിച്ചിട്ട് ഈ പ്രതീക്ഷയിൽ നിന്ന് മത്സരിച്ച് അടുത്ത പ്രാവശ്യം എന്തായാലും മത്സരിക്കുമ്പോൾ അയാൾ ജയിക്കുമെന്ന് ഏക്കറി. ജയിച്ചാൽ ബാക്കിയുള്ളത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അയാളെ മന്ത്രിയാക്കി ഒക്കത്തുള്ളൂ, സീനിയറിട്ടുണ്ട്. അപ്പം അതുപോലും അനുവദിക്കാതെ, കാരണം ഒരു ക്ലെയിമും പ്രധാനപ്പെട്ട കഷ്ടപ്പെട്ട പാർട്ടി എഫേർഡ് ഭാഗമായിട്ട് നിന്ന നേതാക്കന്മാരെ എല്ലാം വളരെ തന്ത്രപരമായിട്ട് അതാണ് ശരി, ഇതാണ് ശരി, എല്ലാം ശരി, കോൺഗ്രസ് ആണ് ശരി എന്നൊക്കെ വളരെ ഒതുക്കത്തിൽ പറഞ്ഞിട്ട് ഇവരെല്ലാം ഒഴിവാക്കി പോയിട്ട് ആകെ ഒരു പേര്, ആ പേര് KC വേണുഗോപാലിന്റെ പേരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കളിയാണ്. അത് സുധാകരൻ പറഞ്ഞ് നടക്കത്തില്ല. എനിക്ക് MP-യും വേണ്ട, പാർലമെന്റ് സമ്മേളനം വേണ്ട, ഒരു കാര്യവും വേണ്ട, എനിക്ക് കണ്ണൂർ മത്സരിച്ചാൽ മതി. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം ഉൾപ്പെടെ ഉള്ളത് വെട്ടിക്കുറച്ചിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് കണ്ണൂരാണ് പ്രധാനം, കണ്ണൂർ എൻ്റെ ഹൃദയരക്തം, അങ്ങനെ എങ്ങോട്ടാ പോസ്റ്റ്. അതോടുകൂടി ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകി എത്തുകയാണ്. കാരണം സുധാകരൻ മത്സരിക്കണം, സുധാകരൻ ഞങ്ങൾക്ക് വേണം. കാരണം കേരളത്തിലുള്ളവർക്കും വല്ലവനെയും കാല് പിടിച്ചും പെട്ടി പിടിച്ചും കെയർ ഓഫിൽ വന്നവനും കോൺഗ്രസിനകത്ത് ചെവികടി പിരിച്ചു വന്നവനൊന്നും സുധാകരനെ അറിയത്തില്ല. സുധാകരൻ കണ്ണൂര് സ്വന്തമായിട്ട് വഴിവെട്ടി ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് ഇപ്പൊ ജാഥ നടത്താനും പ്രസംഗിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ളൊരു അവസരത്തിലേക്ക് കണ്ണൂരിനെ ഉരുത്തിരിച്ച നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ 80 വയസ്സോളമായി. ഇത് ഇപ്പം നടന്നില്ലേ, ഇനി ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സുധാകരൻ ഇറങ്ങുകയാണ്. മത്സരിക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ അയാൾ മത്സരിക്കുന്നതിന് ആരുടെ പിന്തുണ വാങ്ങുമെന്ന് അദ്ദേഹം ഒരുപക്ഷെ
ആ സമയത്ത് തീരുമാനിക്കും. ഏതായാലും ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരുപക്ഷെ KC വേണുഗോപാലാണ്. അത് മനസ്സിലാക്കി KCയുടെ വാക്ക് കേൾക്കാതെ ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കാനുള്ള സാധ്യത ഈ രാഹുൽ ഗാന്ധി ആലോചിച്ചിട്ടുണ്ടോ? അതിനാണോ അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചത്? KCക്ക് ഇട്ട് പണിയാകുമോ ഈ സുധാകരന്റെ ഡൽഹിക്ക് വിളിപ്പ് എന്ന് പോലും വിചാരിക്കേണ്ടി വരും. സുധാകരൻ ഇടഞ്ഞാൽ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് സുധാകരൻ ഇടയുന്നതിനെക്കാട്ടി കോൺഗ്രസിന് വിസ്മയം വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചില്ല ഇതാ വിസ്മയം, ഇതായിരുന്നു ഈ സതീശന്റെ വിസ്മയം. ഈ വിസ്മയം അത്ര ചെറിയ വിസ്മയം കരുതണ്ട. ഈ കണ്ണൂർ എന്ന് പറയുന്ന ഈ പാർട്ടി ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖല, ആ മേഖലയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് സുധാകരൻ. കാരണം ഈ പിണറായി വിജയന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിക്കുമ്പോൾ സുധാകരൻ ഉണ്ട് അതേ കളത്തിൽ. അവിടെ നിന്ന് കോൺഗ്രസിന് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സുധാകരനാണ്. ആരാടാന്ന് ചോദിച്ചാൽ ഏതവനാടാന്ന് തിരിച്ചു ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് സുധാകരനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ പോയി പ്രവർത്തനം നടത്താൻ പോലും പറ്റുന്നത്. എന്നിട്ട് ഈ CP ജോണിനെ പോലെയുള്ള നേതാക്കൾ ഒരു തവണ ഈ പറയുന്ന CPM-ൽ നിന്ന് മാറി CMB-യിലൊക്കെ വരുന്ന സമയത്ത് ഈ വലിയൊരു ജാഥ നടത്തി. അന്ന് കണ്ണൂരിലേക്ക് വന്നപ്പോൾ പലയിടത്തു നിന്നും CP ജോണിനെ ഓടിച്ചിട്ടടിച്ചു. CP ജോൺ പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള CPM-ന് ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കോൺഗ്രസിന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ഈ സുധാകരനാണ്. സുധാകരൻ ഇപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? അവിടെ കണ്ണൂരിൽ ഇത്തവണ സുധാകരൻ മത്സരിച്ചാലേ ജയിക്കൂ എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്നു. അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന സുധാകരനെ കൃത്യമായിട്ട് വെട്ടിമാറ്റി സണ്ണി ജോസഫ് എന്ന് പറയുന്ന അധികം ശ്രദ്ധേയനല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ് KPCCയുടെ തലപ്പത്ത് വന്നു. കൃത്യമായ പ്ലാനിങ് KC വേണുഗോപാലിന്റെ ആയിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് AICCക്ക് പുതിയൊരു റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാല് കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കണം. ആലപ്പുഴ സേഫ് മണ്ഡലമാണ്. കനകോലു എന്ന് പറയുന്ന രാഷ്ട്രീയ വിശാരദൻ വന്ന് റിപ്പോർട്ട് നൽകി. അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല. ഇപ്പൊ സുധാകരൻ ഇന്നലെ രാത്രിയിൽ 1 മണിക്കോ മറ്റോ ആണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് കൃത്യമായ വിവരം സുധാകരനിലേക്ക് എത്തുന്നു. മറ്റ് MP-മാർ ആരും മത്സരിക്കുന്നില്ല, KC വേണുഗോപാൽ മാത്രം മത്സരിക്കും. ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ മത്സരിച്ച് ഒരടി ഉണ്ടാവും. ആ സമയത്ത് UDF-നാണ് ഭരണം കിട്ടുന്നതെങ്കിൽ KC വേണുഗോപാൽ കൃത്യമായിട്ട് മന്ത്രിയായിട്ട് വന്നിറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് KC വേണുഗോപാൽ മറ്റൊരു തന്ത്രം പറ്റിയിരുന്നു. അതായത് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും സണ്ണി ജോസഫ് മത്സരിക്കും. അത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെ നിന്ന് സണ്ണി ജോസഫ് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ പിന്നീട് ഈ സണ്ണി അവിടെ രാജിവെപ്പിച്ചിട്ട് അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കും UDF അധികാരത്തിൽ വന്നാൽ. ഇതും ഒരു തന്ത്രമായിരുന്നു. പക്ഷെ ആ തന്ത്രങ്ങളൊന്നും കൃത്യമായിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അടുത്ത നീക്കം നടത്തിയത്. ഇവിടെ സുധാകരൻ വന്നിറങ്ങിയപ്പോൾ DCC പ്രസിഡന്റ് പറയുകയാണ് സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് ഒരു ജില്ലാ അധ്യക്ഷനെ പറയുന്നത്. മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായിട്ട് എത്തുന്നു. അവരെല്ലാം തന്നെ സുധാകരനെ ചേർത്ത് പിടിക്കുന്നു. സുധാകരന്റെ കാര്യത്തിൽ CPM-ൽ സംഭവിച്ച പോലെയല്ല. സുധാകരന്റെ ചുറ്റും കൂടി നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ കണ്ണൂരിലുള്ളൂ. അതുകൊണ്ട് അതിനെ തള്ളാൻ കഴിയില്ല. മാത്രമല്ല എൻ്റെ ഹൃദയരക്തമാണ് കണ്ണൂർ എന്നൊക്കെ സുധാകരൻ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. ഇവിടെ KC വേണുഗോപാലിനെ കണ്ണൂരിൽ സുധാകരനെ തളച്ചിടണം MP സ്ഥാനത്തേക്ക്. ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ള വ്യക്തമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ ഡൽഹിയിലൊക്കെ പോയി മത്സരിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല കേരളത്തിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയിട്ട് വന്നാൽ അധികാരം കിട്ടിയാൽ സുധാകരൻ ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രി പദവിയിൽ ഇരിക്കുന്നതിന് അത്ര സുഖമൊന്നും MP പദവിയിൽ ഇരുന്നാൽ ഉണ്ടാവില്ല. മാത്രമല്ല KC വേണുഗോപാൽ താരതമ്യേന തന്നെക്കാട്ടിയും ജൂനിയറാം. കരുണാകരന്റെ ചൂട് പിടിച്ച് ആലപ്പുഴയിലേക്ക് എത്തിയ ആളാ. അയാൾ ഇനി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സീനിയർ നേതാക്കളായ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ രാഹുലിനെ കൈമണി അടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നടപ്പാക്കി. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു ഉടൻ തന്നെ ഈ പറയുന്ന സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു വരണമെന്ന്. മാത്രമല്ല KC വേണുഗോപാലിന്റെ പല കള്ളത്തരങ്ങളും പല കുതന്ത്രങ്ങളും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചെവിയിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ KC വേണുഗോപാലിനായിട്ടുള്ള പണിയാണോ സുധാകരനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് KC വേണുഗോപാൽ നിക്കറിട്ടുകൊണ്ടിരുന്ന സമയത്ത് സുധാകരൻ ത്രിവർണ്ണ പതാക പിടിച്ച് കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കണ്ണൂരിൽ കോൺഗ്രസിന് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്ത നേതാവാണ്. ഇന്നലത്തെ മഴയിൽ കുരുത്ത KCക്കൊന്നും
കെ സുധാകരൻ അല്ല, വേറെ കാര്യം കൂടെ കൂട്ടിച്ചേർത്തോ, കണ്ണൂരുകാരനും KC വേണുഗോപാലിന് കണ്ണൂർ കയറാൻ പറ്റുന്നില്ല. ഇല്ല. കണ്ണൂരിൽ നിന്നേക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല. കണ്ണൂർ നിന്നേക്ക് ഒരു MLA ആവാൻ പറ്റുന്നില്ല. കണ്ണൂർ നിന്നേക്ക് ഒരു MP ആവാൻ പറ്റുന്നില്ല. മേറെ മേച്ചിൽ പുടങ്ങ തേടിയിടത്താണ് ഇല്ലാത്തടത്ത് ഉണ്ടാക്കി ഒരു പ്രസ്ഥാനത്തിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത നേതാവാണ് ഈ സുധാകരൻ. ആ സുധാകരനെ ഒഴിവാക്കാൻ KC വേണുഗോപാൽ ശ്രമിച്ചാൽ പുറത്താവുന്നത് KC ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.